മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കൂട്ടായിൽ വീണ്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓലഷെഡ് കത്തിനശിച്ചു. കൂട്ടായി പള്ളിവളപ്പിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഉടമസ്ഥർ പോലീസിൽ പരാതി നൽകി. കൂട്ടായിൽ വീണ്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓലഷെഡ് കത്തിനശിച്ചു. കൂട്ടായി പള്ളിവളപ്പിൽ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. ഷെഡിൽ തൊട്ടാൽ സെയ്തൽവി, അഷ്ടാർപുരക്കൽ നസീർ, മരക്കാരകത്ത് അലിക്കുട്ടി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വളയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. ഉടമസ്ഥർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂട്ടായുടെ തീരദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതുപോലെ ഒരു ദീപക്കും സാമൂഹ്യദ്രോഹികളുടെ ഈ വിളയാട്ടം രണ്ടാമത്തതാണത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന സാധനങ്ങളാണ്. ഏകദേശം 5 ലക്ഷത്തോളം ഉറുപ്പിക ഇതിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ ദ്രോഹികളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസ് സംവിധാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേമനിധി ഓഫീസിലും ഈ മത്സ്യത്തൊഴിലാളികൾ പരാതി കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായും പോലീസിൻ്റെ ശ്രദ്ധ ഈ തീരദേശത്ത് ഉണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമകൾ പറഞ്ഞു. സമാന രീതിയിൽ കഴിഞ്ഞ ആഴ്ച കൂട്ടായി സുൽത്താൻ ബീച്ചിലാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓലഷെഡ് ദുരവസ്ഥ സാഹചര്യത്തിൽ കത്തിനശിച്ചത്.